നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സുദർശനാഗമനമാണ് വായിച്ചത്. തൃതീയ സ്കന്ധത്തിലുള്ള സുദർശനാഗമനം. ഈ അധ്യായം നമ്മൾ വായിക്കുന്നത് കന്യകയോടുള്ള ഉദ്ബോധനം ആണ്. അധ വിംശോധ്യായ കന്യകയോടുള്ള ഉദ്ബോധനം. വ്യാസ ഉവാച ഇധിവാദിനി ഭൂപാലേ കേരളാധിപതൗ തഥാ പ്രത്യുവാച മഹാഭാഗായുധാജിതപി പാർത്ഥിവ. കേരളാധിപതിയായ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, ഹേ മഹാഭാഗ, യുധാജിത്ത് മഹാരാജാവ് പറഞ്ഞു, നീതിരിയം മഹീപാല യദ്ബ്രവീതി ഭവാനിഹ സമാജേ പാർത്ഥിവാനാം വൈ സത്യവാഗി ജിതേന്ദ്രിയ. രാജാക്കന്മാരിൽ വെച്ച് ജിതേന്ദ്രിയനും സത്യവാദിയുമാണ് അങ്ങ്. രാജാവ്, അങ്ങ് ഈ പറയുന്നത് നീതിയാണ്. യോഗ്യേഷു വർത്തമാനേഷു കന്യാരത്നം കുലോദ്വഹ അയോഗ്യോ അർഹതി ഭൂപാല ന്യായോ അയം തവ രോചതി. കുലശ്രേഷ്ഠനായ രാജാവ് യോഗ്യന്മാരായ അനേകം രാജകുമാരന്മാർ ഉണ്ടായിരിക്കെ അയോഗ്യനായ ഒരുവൻ കന്യാരത്നത്തെ കൊണ്ടുപോയാലോ? ആ നിയമം അങ്ങേക്ക് ഇഷ്ടപ്പെടുമോ? ഭാഗം സിംഹസ്യ ഗോമായുർഭോക്ത്വമർഹതി വാ കഥം തഥാ സുദർശനോ അയം വൈ കന്യാരത്നം കിമർഹതി. സിംഹത്തിനുള്ള വിഹിതം കുറുക്കൻ തിന്നുന്നത് എങ്ങനെ സമ്മതിക്കും? അതുപോലെയല്ലേ ഈ സുദർശനന്റെ കാര്യവും. അവൻ ഈ കന്യാരത്നത്തെ അർഹിക്കുന്നുണ്ടോ? ഫലം വേദോ ഹി വിപ്രാണാം ബുഭൂജാം ചാപജം ഫലം ഗമന്യായം മഹാരാജാ ബ്രവീമ്യാഹമി ഹാധുനാം. ബ്രാഹ്മണന്മാർക്ക് ദിവേദമാണ് ഫലം, രാജാക്കന്മാർക്ക് അസ്ത്രത്തിലാണ് ഫലം. മഹാരാജാവേ, ഞാൻ അന്യായമാണോ ഇപ്പോൾ പറയുന്നത്? ഫലം ശുൽക്കം യഥാരാജ്ഞം വിവാഹേ പരികീർത്തിതം ഫലവാനേവ ഗൃഹ്ണാതോ നാബലസ്തു കഥാചന. രാജാക്കന്മാർക്ക് വിഹിതമായ വിവാഹമായി കീർത്തിക്കപ്പെടുന്നതാണ് ശുൽക്കം. അതനുസരിച്ച് ബലമുള്ളവൻ കന്യകയെ കൊണ്ടുപോകട്ടെ, എന്നാൽ ഒരിക്കലും ദുർബലൻ കൊണ്ടുപോകരുത്. തസ്മാത് കന്യാം പണം കൃത്വാ നീതിരത്ര വിധീയതാം അന്യഥാ കലഹാകാമം ഭവിഷ്യതി മഹീഭുജാം. അതുകൊണ്ട് കന്യകയ്ക്ക് വേണ്ടി പന്തയം നിശ്ചയിക്കട്ടെ, അങ്ങനെ ഈ കാര്യത്തിൽ നീതി നടപ്പാക്കാം. അല്ലെങ്കിൽ രാജാക്കന്മാർ തമ്മിൽ വെറുതെ കലഹിക്കേണ്ടി വരും. ഏവം വിവാദേ സംവൃത്തി രാജ്ഞാം തത്ര പരസ്പരം ആഹൂതസ്തു സഭാമധ്യേ സുബാഹൂർ നൃപസത്തമ. ഇങ്ങനെ രാജാക്കന്മാർ തമ്മിൽ വിവാദം നടന്നുകൊണ്ടിരിക്കെ നൃപോത്തമനായ സുബാഹു ആ സഭാമധ്യത്തിലേക്ക് വിളിക്കപ്പെട്ടു. സമാഹൂയാ നൃപാ സർവേ തമൂചു തത്വദർശിന രാജന്യേതിസ്തയാ കാര്യ വിവാഹേ അത്ര സമാഹിത. തത്വദർശികളായ രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഈ വിവാഹത്തിൽ അങ്ങ് അംഗീകൃതമായ നീതി നടപ്പാക്കണം. കിം തേ ചികീർഷിതം രാജസ്തദ്വാദസ്വാ സമാഹിത പുത്രോ പ്രധാനം തസ്മൈ തേ രോചതേ നൃപതേതസി. രാജാവേ, അങ്ങ് എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അത് ആലോചിച്ച് പറയൂ. മകളെ ആർക്ക് കൊടുക്കണമെന്നാണ് അങ്ങ് മനസ്സാഗ്രഹിക്കുന്നത്? സുബാഹുരുവാച പുത്ര്യാ മേ മനസാ കാമം വൃഥാ കില സുദർശന മയ നിവാരിതോ അത്യർത്ഥം നസാ പ്രത്യേതി മേ വജ. എൻ്റെ പുത്രി മനസ്സ ആ സുദർശനെ വരിച്ചിരിക്കുകയാണല്ലോ. ഞാൻ പല മട്ടു തടഞ്ഞെങ്കിലും അവൾ എൻ്റെ വാക്ക് തള്ളിക്കളയുകയാണ്. കിം കരോമി സുതായാമി നവേ വശേ വർത്തതേ മനാ സുദർശനസ്തദേകാകി സംപ്രാപ്തോ അസ്തി നിരാകുല. ഞാൻ എന്തു ചെയ്യും? അവളുടെ മനസ്സ് എൻ്റെ അധീനതയിൽ നിൽക്കുന്നില്ല. എന്നു മാത്രമല്ല, ആ സുദർശനൻ ഒരു ഭയവുമില്ലാതെ ഏകാഗിയായി വന്നിട്ടുണ്ട്. വ്യാസ ഉവാച സമ്പന്നാ ഭൂപജ സർവേ സമാഹൂയ സുദർശനം ഊജു സമാഗതം ശാന്തമേകാകി മദന്ദ്രിത. സമ്പന്നന്മാരായ രാജാക്കന്മാരെല്ലാവരും ചേർന്ന് സുദർശനനെ വിളിച്ചു വരുത്തി. ശാന്തനും ഏകാഗിയുമായി വന്ന ആ രാജകുമാരനോട് രാജാക്കന്മാർ ഉത്സാഹപൂർവ്വം ചോദിച്ചു, രാജപുത്ര മഹാഭാഗ കേനാഹൂതോ അസി സുവ്രത ഏകാകി യസമായാത സമാജേ ഭൂഭൃതാമിഹ. മഹാഭാഗനായ രാജകുമാര, നീ വ്രതനിഷ്ഠയുള്ളവനാണല്ലോ. ആര് വിളിച്ചിട്ടാണ് രാജാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് ഈ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വന്നത്? ന വൈ സൈന്യം ന സവിജ ന സജിവ ന കോശോ ന ബൃഹത്ഫലം
കിമർത്ഥം ച സമായാതസ്തത്വം ബ്രൂഹി മഹാമതേ. നിനക്ക് സൈന്യങ്ങളില്ല, മന്ത്രിമാരുമില്ല, ധനമില്ല, വലിയ ശക്തിയുമില്ല. മഹാമതേ, പറയൂ, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത്? യുദ്ധകാമാ നൃപതയോ വർത്തന്തെ അത്ര സമാഗമേ കന്യാർത്ഥം സൈന്യസമ്പന്ന കിം ത്വം കർത്തുമിഹേച്ഛസി. കന്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് സൈന്യസമേതം വന്ന രാജാക്കന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നീ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഭ്രാതാ തേ സുബലാശൂര സംപ്രാപ്തോ അസ്തി ജിഗൃക്ഷയാ യുധാജിച്ച മഹാബാഹോ സഹായം കർത്തുമാഗത. നിന്റെ സഹോദരൻ ശൂരനും ബലവാനുമാണ്. യുദ്ധം ചെയ്യാനൊരുങ്ങി അവനും വന്നിട്ടുണ്ട്. അവനെ സഹായിക്കാനായി മഹാബാഹുവായ യുധാജിത്തും എത്തിയിട്ടുണ്ട്. ഗച്ഛവാതിഷ്ഠ രാജേന്ദ്ര യഥാ ദദ്യമുദാഹൃതം ത്വയി സൈന്യവിഹീനേ ച യഥേഷ്ടം കുരു സുവ്രത. രാജകുമാര, പോകുകയോ സ്വയംവരം കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുകയോ ചെയ്യാം. യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞുവെന്നേ ഉള്ളൂ. സുവ്രത, നീ സൈന്യങ്ങൾ ഇല്ലാത്തവനാണെന്ന് മനസ്സിലാക്കി ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. സുദർശന ഉവാച ന ഫലം ന സഹായോ മേ ന കോശോ ദുർഗസംശ്രയ ന മിത്രാണി ന സൗഹാർദി ന നൃപാരക്ഷകാ മമ. എനിക്ക് ഫലമില്ല, ആരുടെയും സഹായമില്ല, ധനശക്തിയില്ല, ആശ്രയിക്കാൻ ഒരു കോട്ടയില്ല, മിത്രങ്ങളില്ല, സുഹൃത്തുക്കളില്ല, രക്ഷിക്കാൻ രാജാക്കന്മാരുമില്ല. അത്ര സ്വയംവരം ശ്രുത്വാ ദൃഷ്ടുകാമാ ഇഹാഗത സ്വപ്നേ ദേവ്യാ പ്രേരിത അസ്മി ഭഗവത്യാ ന സംശയ. ഇവിടെ സ്വയംവരം ഉണ്ട് എന്ന് കേട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. സ്വപ്നത്തിൽ ഭഗവതി എന്നെ അതിനായി പ്രേരിപ്പിച്ചു, സംശയമില്ല. നാന്യച്ചികീർഷിതം മേ അദ്യ മമാഹ ജഗദീശ്വരി തയാ യദ്വിഹിതം തച്ച ഭവിത അദ്യ ന സംശയ. മറ്റൊന്നും ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ജഗദീശ്വരി എന്നോട് കൽപ്പിച്ചു, ഞാൻ ഇവിടെ വന്നു. ആ അംബിക എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് നടക്കും, സംശയമില്ല. ന ശത്രുരസ്തി സംസാരേ കോ അപ്യത്ര ജഗദീശ്വര സർവത്ര പശ്യതോ മേ അദ്യ ഭവാനീം ജഗദംബികാം. രാജാക്കന്മാരെ, ഈ ജീവിതത്തിൽ ആരും ആർക്കും ശത്രുവല്ല. പ്രത്യേകിച്ച് ജഗദംബികയായ ഭഗവാനിയെ സർവത്ര കാണുന്ന എനിക്ക് ഇവിടെ ഒരു ശത്രുവുമില്ല. യ കരിഷ്യതി ശത്രുത്വം മയാ സഹ നൃപാത്മജ ശസ്താ തസ്യ മഹാവിദ്യ നാഹം ജാനാമി ശത്രുതാം. രാജാക്കന്മാരെ, ആരാണോ എന്നോട് ശത്രുത്വം പുലർത്തുന്നത് അവരെ മഹാവിദ്യാസ്വരൂപിണിയായ ജഗദീശ്വരി ശാസിച്ചു കൊള്ളും. ശത്രുത എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യദ്ഭാവി തദ്ധൈ ഭവിതാ നാന്യഥാ നൃപസത്തമാ കാ ചിന്താ ഹ്യത്ര കർത്തവ്യാ ദൈവാധീനോ അസ്മി സർവദാ. എന്താണോ ഭവിക്കേണ്ടത് അത് ഭവിക്കും. രാജാക്കന്മാരെ, അത് മറ്റൊരു തരത്തിലാവില്ല. ഇവിടെ എന്താണ് ചിന്തിക്കാനുള്ളത്? എല്ലാ പ്രകാരത്തിലും ഞാൻ ഈശ്വരന് അധീനനാണ്. ദേവഭൂതമനുഷ്യേഷു സർവഭൂതേഷു സർവദാ സർവേഷാം തത്കൃതാ ശക്തിർനാന്യഥാ നൃപസത്തമാ. ദേവന്മാരിലും ജന്തുക്കളിലും മനുഷ്യരിലും എന്നുവേണ്ട സർവ്വജീവരാശികളിലും എപ്പോഴും എല്ലാവർക്കും ആ ദേവീദത്തമായ ശക്തിയേ ഉള്ളൂ, മറ്റൊരു ശക്തിയുമില്ല. സായം ചീകീർഷത്തെ ഭൂപം തം കരോതി നൃപാധിപ നിർധനം വാ നരം കാമം കാ ചിന്താ വൈ തഥാ മമ. രാജാക്കന്മാരെ, അവൾ ആരെ രാജാവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവനെ രാജാവാക്കുന്നു, നിർധനനാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ നിർധനനാക്കുന്നു. അപ്പോൾ ഞാൻ എന്തിനു ചിന്താവിവശനാകണം? താമൃതേ പരമാം ശക്തിം ബ്രഹ്മ വിഷ്ണുഹരാധയാ ന ശക്താ സ്പന്ദിതും ദേവാ കാ ചിന്താമേ തഥാ നൃപ. ആ പരമമായ ശക്തിയുടെ സഹായമില്ലാതെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാർ ഒന്നും സ്പന്ദിക്കാൻ പോലും ശക്തരല്ല. എന്നിരിക്കെ രാജാക്കന്മാരെ, എനിക്കെന്തു ചിന്ത? അശക്തോ വാ സംശക്തോ വാ യാദൃശസ്ത്വഹം തദാജ്ഞയാ നൃപാദ്വൈവ സംപ്രാപ്തോ അസ്മി സ്വയംവരെ. അശക്തനായിരിക്കാം, ശക്തനായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനെയുള്ളവനോ അങ്ങനെയുള്ളവനാണ് ഞാൻ എന്നേ പറഞ്ഞുകൂടൂ. അംബികയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ സ്വയംവരത്തിന് വന്നു എന്നു മാത്രം. സാ യദിച്ഛതി തത്കുര്യാത് മമ കിം ചിന്തനേന വൈ നാത്ര ശങ്കാ പ്രകർത്തവ്യ സത്യമേതദ് ബ്രവീമ്യഹം. ആ ദേവി എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യട്ടെ. ഞാൻ എന്തിന് അതിനെപ്പറ്റി വിചാരിക്കപ്പെടുന്നു?
പറയുന്നു. ഇതിൽ സംശയിക്കേണ്ട കാര്യമേയില്ല. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ജയേ പരാജയേ ലജ്ജ നമേ അത്രാൺവി പാർത്ഥിവ ഭഗവത്യാസ്തു ലജ്ജാസ്തി തദധീനോ അസ്മി സർവദാ. രാജാക്കന്മാരെ, എനിക്ക് ജയത്തിലോ പരാജയത്തിലോ തെല്ലും ലജ്ജയില്ല. ലജ്ജ ഭഗവതിക്ക് അധീനമായിരിക്കുന്നതാണ്. ഞാൻ എല്ലാ പ്രകാരത്തിലും ആ ദേവിക്കും അധീനയാണ്. വ്യാസ ഉവാച ഇതി തസ്യാ തഥാ കർണ്യാ വചനം രാജസത്തമാ ഊജു പരസ്പരം പ്രേഷ്യ നിശ്ചയജ്ഞാനരാധിപാം. ഇങ്ങനെ സുദർശനൻ പറഞ്ഞത് അവർ കേട്ടു. അവൻ്റെ നിശ്ചയബുദ്ധി മനസ്സിലാക്കിയ രാജാക്കന്മാർ അന്യോന്യം നോക്കിയിട്ട് പറഞ്ഞു, സത്യമുക്തം ത്വയാ സാധോ ന മിഥ്യാ കർഹിചിത് ഭവേത് തദാപി ജയേനീതാനാദസ്ത്വാം ഹന്തും പരികാംക്ഷധീം. ഹേ സാധു, നീ സത്യമാണ് പറയുന്നത്, അതൊരിക്കലും മിഥ്യയായി ഭവിക്കുകയില്ല. എന്നിരുന്നാലും ഉജ്ജനിയുടെ അധിപനായ യുധാജിത്ത് നിന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തുത്കൃതേന ദയാ തൃഷ്ടാ ത്വാം ബ്രവീമോ മഹാമത യദ്യുക്തം ത്വയാ കാര്യം വിചാര്യ മനസാനഘ. നിന്റെ പേരിൽ തീരെ ദയയില്ല അദ്ദേഹത്തിന്. മഹാമതേ, നിന്നോട് യാഥാർത്ഥ്യം പറഞ്ഞുവെന്നേയുള്ളൂ. നിഷ്കളങ്കനായ നീ ചിന്തിച്ച് യുക്തമെന്ന് തോന്നുന്നു ചെയ്യുക. സുദർശന ഉവാച സത്യമുക്തം ഭവദ്ഭിശ്ച കൃപാവദ്ഭിः സുഹൃജ്ഞനൈ കിം ബ്രവീമി പുനർവാക്യമുക്ത്വാ നൃപതി സത്തമാ. സുഹൃത്തുക്കളും കൃപാലുക്കളുമായ ഭഗവാൻമാർ സത്യം പറഞ്ഞു. രാജാക്കന്മാരെ, ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുപരി എന്താണ് ഇനി പറയേണ്ടത്? ന മൃത്യു കേനചിത് ഭാവ്യ കസ്യചിത് വാ കഥാചന ദൈവാധീനമിദം സർവം ജഗസ്ഥാവരജംഗമം. ആരുടെ മരണവും ആർക്കും ഒരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയില്ല. സ്ഥാവരജംഗമാത്മകമായി ഈ ജഗത്ത് മുഴുവൻ ഈശ്വരന് അധീനമാണ്. സ്വവംശോ അയം ന ജീവോ അസ്തി സ്വകർമ്മവശക സദാ തത്കർമ്മ ത്രിവൃതം പ്രോക്തം വിദ്വദ്ഭിസ്തത്വദർശിഭി. ജീവൻ ആർക്കും സ്വന്തം അധീനത്തിലുള്ളതല്ല. അത് സദാ കർമ്മവശകമാണ്. ആ കർമ്മം 3 വിധത്തിലുണ്ടെന്ന് തത്വദർശികളായ വിദ്വജനങ്ങൾ പറയുന്നു. സഞ്ചിതം വർത്തമാനം ച പ്രാരബ്ധം ച തൃതീയകം കലാകാലധർമ്മ സ്വഭൈവേശ്ച തദം സർവമിദം ജഗത്. സഞ്ചിതവും വർത്തമാനവും 3-മതായി പ്രാരാബ്ധവും. ഇവയാണ് 3 വിധ കർമ്മങ്ങൾ. കാലം, കർമ്മം, സ്വഭാവം എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഈ ജഗത്ത് മുഴുവൻ. ന ദേവോ മാനുഷം ഹന്തും ശക്താ കാലാഗമം വിനാ ഹതം നിമിത്തമാത്രേണ ഹന്തി കാലാ സനാതന. കാലം സമാഗതമാവാതെ ദേവന് പോലും മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല. നിത്യമായ കാലമാണ് ഓരോ ജീവിയെയും കൊല്ലുന്നത്. കൊല്ലുന്നവൻ വാസ്തവത്തിൽ നിമിത്തം മാത്രമേ ആകുന്നുള്ളൂ. യഥാ പിതാമേ നിഹതാ സിംഹനാം മിത്രകർഷണ തഥാ മാതാമഹോപ്യോവം യുദ്ധേ യുധാജിതാഹത. ശത്രുതാപനമായ എൻ്റെ അച്ഛനെ സിംഹം കൊന്നതും ആ വിധത്തിൽ ധരിക്കേണ്ടതാണ്. മാതാമഹനായി യുധാജിത്ത് കൊന്നതും മാതാമഹനെയും യുധാജിത്ത് കൊന്നതും അതേ വിധം തന്നെ എന്ന് ധരിക്കണം. യജ്ഞകോടീം പ്രകുർവാണോ ഹന്യതേ ദൈവയോഗദാ ജീവോ ദർശസഹസ്രാണി രക്ഷണേന വിനാനര. എത്ര വളരെ പരിശ്രമിച്ചിട്ടും ദൈവനിയോഗം അതാണെങ്കിൽ കൊല്ലപ്പെടും. ഒരു സംരക്ഷണം ഇല്ലെങ്കിലും ദൈവനിയോഗം ഉണ്ടെങ്കിൽ മനുഷ്യൻ അനേക വർഷം ജീവിക്കുകയും ചെയ്യും. നാഹം ബീബേമി ധർമ്മിഷ്ഠ കഥാചിച്ച യുധാജിത ദൈവമേവ പരം മത്വാ സുസ്ഥിതോ അസ്മി സദാ നൃപാം. ഹേ ധർമ്മിഷ്ഠരെ, യുധാജിത്തിനെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ദൈവമാണ് എല്ലാറ്റിലും മീതെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സദാ സുഖമായിരിക്കുന്നു. സ്മരണം സതതം നിത്യം ഭഗവത്യാ കരോമ്യഹം വിശ്വസ്യ ജനനീ ദേവി കല്യാണം സാ കരിഷ്യതി. ഞാൻ എന്നും എല്ലായ്പ്പോഴും ആ ദേവിയാണ് സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വജനനിയായ ആ ദേവി സർവമംഗളങ്ങളും നൽകുക തന്നെ ചെയ്യും. പൂർവാർജിതം ഹി ഭോക്തവ്യം ശുഭം വാപ്യ ശുഭം തഥാ സുകൃതസ്യാ ച ഭോഗേന കീദൃശോ വിജാനതാം. ശുഭമായാലും അശുഭമായാലും പൂർവാർജിതമായ കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. തങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിനെ ചൊല്ലി മറ്റുള്ളവർ എങ്ങനെ ദുഃഖിക്കും? സ്വകർമ്മഫലയോഗേന പ്രാപ്യ ദുഃഖമചേതന നിമിത്തകാരണേ വൈരം കരോത്യൽപമതി കില. സ്വകർമ്മഫലമായി ദുഃഖങ്ങൾ ഓരോന്നായി വന്നു ചേരുന്നു. അപ്പോൾ തന്നെ ദുഃഖമുണ്ടാവാൻ കാരണം ഇന്ന ആളാണ് അഥവാ ഇന്നതാണ് എന്നിങ്ങനെ നിമിത്ത കാരണത്താൽ വൈരം പുലർത്തുന്ന അജ്ഞർ അല്പബുദ്ധിയാണല്ലോ. ന തദാഹം വിജാനാമി വൈരം ശോകം ഭയം തദാ നിശങ്കമിഹ സംപ്രാപ്ത സമാജേ
ഭൂഭൃതാമിഹ. അതുപ്രകാരം ഞാൻ വൈരമോ ശോകമോ ഭയമോ എന്തെന്ന് അറിയുന്നില്ല. ഒരു സംശയവും കൂടാതെ ഇവിടെ വന്നു ചേർന്ന രാജാക്കന്മാരുടെ ഇടയിലേക്ക് ഞാനും വന്നു. ഏകാകി ദൃഷ്ടുകാമോഹം സ്വയം വരമനുത്തരം ഭവിഷ്യതേ യദ്ഭാവ്യം പ്രാപ്തോ അസ്മി ചണ്ഡികാജ്ഞയ. അത്യുത്തമമായ ഈ സ്വയംവരം കാണാൻ ആഗ്രഹിച്ച് ഞാൻ ഏകാകിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഭവിക്കേണ്ടതെന്തോ അത് ഭവിക്കും. ചണ്ഡികയുടെ ആജ്ഞ ഞാൻ വന്നു. ഭഗവത്യാ പ്രമാണം മേ നാന്യാം ജാനാമി സംയതാ തത്കൃതം ച സുഖം ദുഃഖം ഭവിഷ്യതി നാന്യഥ. ഭഗവതിയുടെ വാക്കാണ് എനിക്ക് പ്രമാണം. മറ്റു എന്തെങ്കിലും പ്രമാണമുള്ളതായി സംയമിയായ എനിക്ക് അറിഞ്ഞുകൂടാ. ദേവിയുടെ നിശ്ചയമനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ സംഭവിക്കുന്നത്, അല്ലാതെ മറ്റൊരു തരത്തിലല്ല. യുധാജിത് സുഖാപ്നോദോ ന മേ വൈരം നൃപോത്തമ യ കരിഷ്യതി മേ വൈരം സ പ്രാപ്സ്യതി ഫലം തഥാ. യുധാജിത്തിന് സുഖമുണ്ടാകട്ടെ. രാജാക്കന്മാരെ, എനിക്ക് ആരോടും തന്നെ വൈരമില്ല. ആരാണോ എന്നോട് വൈരം പുലർത്തുന്നത് അവർക്ക് അതിനുള്ള ഫലവും ലഭിക്കും. വ്യാസ ഉവാച ഇത്യുക്താസ്തേ തഥാ തേന സന്തുഷ്ടാ ഭൂഭജസ്ഥിതാസു അഭിസ്വമാശ്രമം പ്രാപ്യ സുസ്ഥിതാ സംഭഭൂവഃ. സുദർശനൻ അങ്ങനെ പറഞ്ഞത് കേട്ട് രാജാക്കന്മാർ സന്തുഷ്ടന്മാരായി തീർന്നു. അവനും തൻ്റെ വസതിയിലേക്ക് ചെന്ന് സ്വസ്ഥന്മാനായി കഴിഞ്ഞു. അപരേ അഗ്നിശുഭേ കാലേ നൃപാ സമ്മന്ത്രിതാ കില സുബാഹുനാ നൃപേണാദാ രുചിരേ വൈ സമണ്ഡലവേ. പിറ്റേ ദിവസം ശുഭമായ മുഹൂർത്തത്തിൽ മഹാരാജാവായ സുബാഹു ആസ്ഥാന മണ്ഡപത്തിൽ രാജാക്കന്മാരെ വിളിച്ചു വരുത്തി. ദിവ്യാസ്തരണയുക്തേഷു മഞ്ജേഷു രജിതേഷു ച ഉപവിഷ്ടാശ്ച രാജന്നാ ശുഭാലങ്കരണൈർയുതാം. ദിവ്യമായ വിരിപ്പുകൾ വിരിച്ച തയ്യാറാക്കിയതും ശുഭാലങ്കാരങ്ങളോട് കൂടിയതുമായ മഞ്ചങ്ങളിൽ രാജാക്കന്മാർ ഉപവിഷ്ടരായി. ദിവ്യവേഷധരാ കാമം വിമാനേശ്വമരാ ഇവ ദീപ്യമാന സ്ഥിതാസ്തത്ര സ്വയംവര ദിദൃക്ഷയ. വിമാനത്തിൽ ധാനവന്മാരെന്ന പോലെ ദിവ്യവേഷം ധരിച്ച് പ്രശോഭിതരായി സ്വയംവരം കാണാൻ വേണ്ടി അവർ കാത്തിരിപ്പായി. ഇതി ചിന്താപരാ സർവേ കഥാ സാ അപ്യാഗമിഷ്യതി ഭാഗ്യവന്തം നൃപശ്രേഷ്ഠം ശ്രുതപുണ്യം വരിഷ്യതി. അവൾ എപ്പോഴാണ് രംഗത്തേക്ക് വരിക? ഭാഗ്യവാനും പുണ്യം ചെയ്തവനുമായ ഏത് രാജാവിനെ അവൾ വരിക്കും എന്നീ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു എല്ലാവരും. യഥാ സുദർശനം ദൈവാ സ്രജാ സംഭൂഷയേതിഹ വിവാദോ വൈ നൃപാണാം ച ഭവിതാനാത്ര സംശയ. അവൾ ദൈവചോദിതനായി സുദർശനനെ മാലയണിയിക്കുമെങ്കിൽ അപ്പോൾ രാജാക്കന്മാർ വിവാദം തുടങ്ങും, ഇതിൽ സംശയമില്ല. ഇത്വേവം ചിന്ത്യമാനസ്തേ ഭൂപാ മഞ്ജേഷു സംസ്ഥിതാ വാദിത്രഘോഷ സുമഹാനുസ്ഥിത്തു നൃപമണ്ഡപേ. ഇങ്ങനെ മഞ്ചത്തിലിരുന്നു കൊണ്ട് രാജാക്കന്മാർ ഓരോന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും രാജമണ്ഡപത്തിൽ വലിയ വാദ്യഘോഷങ്ങൾ ഉയർന്നു. അധ കാശീപതി പ്രാഹ സുതാം സ്നാദാം സ്വലംകൃതാം മധുകമലാ സംയുക്താം ക്ഷൗമവാസോ വിഭൂഷിതാം. അപ്പോൾ കാശി മഹീപതി കുളിച്ച് വേണ്ട പോലെ അലങ്കൃതമായി മധുകമാല കൈയിലേന്തി പട്ടുവസ്ത്രമെടുത്ത് ഒരുങ്ങി വിവാഹോപസ്കരൈർയുക്താം ദിവ്യാം സിന്ധുസുതോപമാം ചിന്താപരം സുവസനാം സ്മിതപൂർവമിതം വജ. വിവാഹോപസ്കരണങ്ങളോടുകൂടി ദിവ്യയായ ലക്ഷ്മി ദേവിയെപ്പോലെ ശോഭിക്കുന്നവളാണെങ്കിലും ചിന്തയിലാണ്ട സുപുത്രിയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉത്തിഷ്ഠപുത്രി സുനസേ കരേ ധൃതാ ധൃത്വാ ശുഭാം സ്രജം വ്രജമണ്ഡപ മധ്യേ അദ്യ സമാജം പശ്യ ഭൂഭജാം. മകളെ എഴുന്നേൽക്കൂ, ശുഭമായ മാല കയ്യിലെടുക്കൂ, എന്നിട്ട് മണ്ഡപമധ്യത്തിലേക്ക് ചെന്ന് രാജാക്കന്മാരുടെ സദസ്സാകെ ഒന്ന് നോക്കിക്കാണൂ. ഗുണവാൻ രൂപസമ്പന്ന കുലീനശ്ചന്ദ്രപോത്തമ തവ ചിത്തേ വസേദ്യസ്തു തംബുരണശ്വാ സുമധ്യമേ. ഗുണവാനും രൂപസൗന്ദര്യമുള്ളവനും കുലീനനുമായ ഒരു രാജാവ്, ഹേ സുന്ദരി, നിന്റെ മനസ്സിൽ കുടികൊള്ളുമെങ്കിൽ അവനെ ഭരിച്ചുകൊള്ളൂ. ദേശദേശാധിപാ സർവേ മഞ്ജേഷു രജിതേഷു ച സംവിഷ്ടാ പശ്യ തന്വംഗേ വരയസ്വാ യഥാരുചി.
ഉപദേശങ്ങളുടെ അധിപന്മാരായ രാജാക്കന്മാരെല്ലാം നന്നായി ഒരുക്കിയ മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്നു. അവരെ നോക്കിക്കൊണ്ട് ഇഷ്ടമുള്ളവനെ വരിക്കുക. വ്യാസ ഉവാച തം തഥാ ഭാഷമാണാം വൈ പിതരം മിതഭാഷിനി ഉവാച വചനം ബാല ലളിതം ധർമ്മസംയുധം. അപ്രകാരം പറയുന്ന ആ പിതാവിനോട് മിതഭാഷിണിയായ അവൾ ലളിതവും ധർമാനുസൃതവുമായ വിധം ഇങ്ങനെ പറഞ്ഞു. ശശികലോവാച നാഹം ദൃഷ്ടിപതേരാജ്ഞാം ഗമിഷ്യാമി പിതാ കില കാമുകാനാം നരേശാനാം ഗച്ഛന്ത്യന്യാശ്ചയോഷിതാം. അച്ഛാ, ഞാൻ ഈ രാജാക്കന്മാരുടെ കൺമുമ്പിലൂടെ സഭാമധ്യത്തിലേക്ക് പോകുകയില്ല. കാമുകന്മാരായ രാജാക്കന്മാരുടെ അടുക്കലേക്ക് മറ്റു സ്ത്രീകളെ പോകൂ. ധർമ്മശാസ്ത്രേഷു ധം താതാ മയേധം വചനം കില ഏക ഏവ വരോ നാര്യോ നിരീക്ഷ്യ സാന്യസാപര. അച്ഛാ, ധർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രമേ കാണാവൂ, അന്യായ ഒരുവനെയും കാണരുത് എന്ന്. സതീത്വം നിർഗതം തസ്യ യാ പ്രയാതി ബഹൂനദാ സങ്കൽപ്പയന്തി തേ സർവേ ദൃഷ്ട്വാ മേ ഭവാദാത്യുതി. അനേകം പുരുഷന്മാരുടെ സന്നിധിയിലേക്ക് ചെല്ലുന്നവളിൽ നിന്ന് സതീത്വവും പൊയ്ക്കുപോകും. കാരണം അവളെ കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ടാകും, ഇവൾ എൻ്റെ പത്നിയായി തീരണമെന്ന്. സ്വയംവരേഷജം ധൃത്വാ യഥാ ഗച്ഛതി മണ്ഡപേ സമാന്യേ സാ തഥാ ജാതാ കുലടേ വാ പരവധു. എപ്പോഴാണോ ആ കുലവധു കയ്യിൽ വരണമാലയുമായി സ്വയംവര മണ്ഡപത്തിലേക്ക് പോകുന്നത്, അപ്പോൾ അവളുടെ സ്ഥിതി മറ്റൊരു വ്യഭിചാരിണിയുടേതായി തീരുന്നു. വാരസ്ത്രീ വിപർണേ ഗത്വാ യഥാ വേശ്യ നരാൻ സ്ഥിതാൻ ഗുണാഗുണപരിജ്ഞാനം കരോതി നിജമാനസേ. എപ്രകാരമാണോ ഒരു വേശ്യ തെരുവിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട് സ്വന്തം മനസ്സിൽ അവളുടെ ഗുണദോഷങ്ങൾ തിട്ടപ്പെടുത്തുന്നത്, അതുപോലെയാണ് ഇതും. നൈകഭാവ യഥാ വേശ്യ വൃഥാ പശ്യതി കാമുകം യഥാഹം മണ്ഡപേ ഗത്വാ കുറുവേ വാരസ്ത്രീയാ കൃതം. എപ്രകാരമാണോ വേശ്യ വിവിധ മനോഭാവത്തോടെ കാമുകനെ നിഷ്പ്രയോജനമായി നോക്കിക്കാണുന്നത്, അതുപോലെ ഞാനും സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് വേശ്യാസ്ത്രീയെ പോലെ ചെയ്യണോ. വൃദ്ധേരേതൈ കൃതം ധർമ്മ ന കരിഷ്യാമി സംവ്രതം തജ്ഞീവ്രതം തഥാ കാമം ചിരിഷ്യാഹം വ്രത. വൃദ്ധന്മാർ പണ്ടെന്നോ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ നടപടി ഞാൻ ഇപ്പോൾ അനുഷ്ഠിക്കുകയില്ല. ദൃഢവ്രതയായി ഞാൻ സതീവ്രതം അനുഷ്ഠിക്കും. സാമാന്യേ പ്രഥമം ഗത്വാ കൃത്വാ സങ്കൽപ്പമിധം ബഹു വൃണോതി ചൈകം തദ്വൈധേ വൃണോമി കഥം മധ്യമൈ. എപ്രകാരമാണോ ഒരു സാധാരണ സ്ത്രീ സ്വയംവരത്തിന് ചെന്ന് അനേകം പുരുഷന്മാരെ പതിഭാവത്തിൽ സങ്കല്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരുവനെ വരിക്കുന്നത്, അതുപോലെ ഞാനും അനേകം പേരെ നോക്കിക്കൊണ്ട് ഒരുവനെ വരിക്കണോ? അത് എനിക്ക് സാധ്യമല്ല. സുദർശനോ മയാ പൂർവം വൃഥാ സർവാത്മനാ പിതാ തമൃതേ നാന്യഥാ കർത്തുവിച്ഛാമി നൃപസത്തമ. അച്ഛാ, ഞാൻ നേരത്തെ തന്നെ സുദർശനനെ സർവാത്മന വരിച്ചതാണ്. അദ്ദേഹത്തെ വിട്ട് മറ്റൊരുവനെ വരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹവിധിനാദേഹേ കന്യാദാനം ശുഭേധിനെ സുദർശനായ നൃപതേ യദിച്ഛസി ശുഭം മമ. വിവാഹവിധി അനുസരിച്ച് ശുഭം ദിനത്തിൽ സുദർശന രാജകുമാരന് കന്യാദാനം നിർവഹിച്ചാലും രാജൻ എനിക്ക് മംഗളം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്താലും. ഇത് ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ വിംശോധ്യായ. ഓം മഹാദേവേ നമഃ.